എല്ലാവർക്കും നമ്മുടെ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പ്രഘോഷിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുമേ അബ്രഹാം ആണ്. സുമേ അബ്രഹാമിനെ പറ്റി അല്പം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുമേ അബ്രഹാം റാന്നി വലിയവള്ളിയുടെ വകൽപ്പെട്ട ആഹേൽ ശ്രീമാൻ ജയമോന്റെ സഹധർമ്മിണിയാണ്. ദൈവം ശക്തമായി ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ് സുമേ അബ്രഹാം. വളരെയേറെ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ദാനമായിട്ട് കിട്ടിയ ഒരു കഴിവാണ് പാട്ട് എഴുതുവാനും ട്യൂൺ ചെയ്യുവാനും പാടുവാനുമുള്ള കൃപ. അത് ദൈവം കൊടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനുകളിൽ ഒന്നായ മാരാമൺ കൺവെൻഷനിൽ സുമേ അബ്രഹാമിന്റെ പാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്ന ഗാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 10-15 വർഷമായിട്ട് ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് ഈ പാട്ടുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മാരാമൺ കൺവെൻഷനിൽ പ്രശസ്തരായ 3 വ്യക്തികളെ ആദരിച്ചപ്പോൾ നമ്മുടെ ഈ സഹോദരിയെയും ആദരിക്കുവാൻ ഇടയായി. ക്നാനായ സഭയ്ക്ക് ഒരു അഭിമാനമാണ് ഈ സഹോദരി. അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിൽ ഒരു സജീവ പങ്കാളിയായതിലും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ ഒരു സഹോദരിയെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവം നമുക്ക് തിരഞ്ഞെടുത്തു തന്ന വ്യക്തി കൂടിയാണ് സുമേ അബ്രഹാം. സുമേ അബ്രഹാമിനെ ഞങ്ങളുടെ സൂം മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. പാട്ട് പാടുന്നതിനായി ഷൈബി കാഞ്ഞിരങ്കാട്ടിനെ ക്ഷണിക്കുന്നു. പാടാം. നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തിട്ട് ശുദ്ധർ വണങ്ങിട്ട് ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തിട്ട് ശുദ്ധർ വണങ്ങിട്ട് ഉന്നതനാം യേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതേ നാം എന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതേ നാം എന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തിട്ട് ശുദ്ധർ വണങ്ങിട്ട് ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തിട്ട് ശുദ്ധർ വണങ്ങിട്ട് ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ നിൻ സ്നേഹമാഘാതമേ. എന്നെ നടത്തുന്നോൻ എന്നെന്നും കൂടുള്ളോൻ നിൻ സ്നേഹമാഘാതമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം,
ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാശക്തരായി തീരാൻ. തിരുകൃപയല്ലോ ശരണമാതെന്നിൽ വൻകടങ്ങളാകിട്ടാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമാതെന്നിൽ വൻകടങ്ങളാകിട്ടാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. മായാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജി ചേരാൻ. മായാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജി ചേരാൻ. ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. കൂശവന്റെ കയ്യിൽ കാളി മണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കൂശവന്റെ കയ്യിൽ കാളി മണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു ഇറക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാശക്തരായി തീരാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. പിന്നെ മ്യൂട്ടാണ്. നെക്സ്റ്റ് ബൈബിൾ റീഡിംഗ് ആണ്. ബൈബിൾ റീഡിങ്ങിനായി ജോജി ജോയിയെ ക്ഷണിക്കുന്നു. 27-ാം സങ്കീർത്തനം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നെന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവയെ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം.
യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. ഇനി നമുക്ക് നമസ്കാരമാണ്. നമസ്കാരത്തിന് വേണ്ടി സുജാ ജോസിനെ ക്ഷണിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ കർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. റീന ബെൻസിയെ ക്ഷണിക്കുന്നു പ്രാർത്ഥനയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ നന്ദി, നന്ദി, നന്ദി. കർത്താവേ ആരാധന, ആരാധന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുത്രനാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്ത അടിയുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി കർത്താവിന്റെ പാദപീഠവുമാണല്ലോ. ആ പാദപീഠത്തിൽ ബലഹീനരായ അടികൾ വന്നിരിക്കുകയാണ് കർത്താവെ. 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ എഴുന്നള്ളാമെന്ന് വാക്ക് തന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പ്രഭാതം വലിയ സമയം വരെയും കർത്താവിന്റെ ഉള്ളംകരത്തിൽ അടിയങ്ങളെ ഓരോരുത്തരെയും വഹിച്ചവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. വരാമായിരുന്ന എല്ലാ ആപത്തനർത്ഥങ്ങൾ ഞങ്ങളെ വിടുവിച്ച് കർത്താവെ നിന്റെ പാദപീഠത്തിലിരിക്കാൻ നീ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ കുറവുള്ളവരാണെന്ന് സമ്മതിക്കുന്ന കർത്താവെ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് നിർഗമുള്ള കാല് വരെ ഞങ്ങളെ കഴുകി നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവ് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. കർത്താവെ, അവിടുന്ന് അടിയങ്ങൾക്ക് ചെയ്ത് ചെറുതും വലുതുമായ എല്ലാ നന്മകളെ ഓർത്ത്, എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് തന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിട്ട് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ യേശുവിന്റെ വലിയേറെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഞങ്ങള് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നെ സ്തുതിക്കുവാനും ആരാധിപ്പാനും കർത്താവെ, ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കൃപ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സെഹിയോൻ ഇറങ്ങിയ അഗ്നി കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലെ ഒന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ കർത്താവെ. സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ലോകത്തിൽ ഈ മരുഭൂമി യാത്ര ഞങ്ങൾ പട്ടുപോകാൻ ഇടയാകരുത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇമ്മാനുവേൽ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കർത്താവെ, ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് കൂടുവാൻ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ നീ കൊടുത്ത ചിന്തയ്ക്കായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ മീറ്റിങ്ങിന്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. വചനവുമായി കടന്നു വന്നിരിക്കുന്ന മകളെ കർത്താവിന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു. അവിടുന്ന് പുറത്ത് കൊടുത്ത എല്ലാ ആത്മനിറവിനായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അക്ഷരത്തിന്റെ ശുശ്രൂഷ അല്ല, ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ആ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവെ നീ കൂടെ ഇരിക്കുന്ന ബലപ്പെടുത്തണമേ. ആ മോശയുടെ നാവോട് ചേർന്നിരുന്നത് പോലെ യോശുവയെ ബലപ്പെടുത്തിയതുപോലെ നിന്റെ മകളെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശക്തി കർത്താവെ, നിങ്ങൾ ശക്തി പ്രാപിച്ച് പുതിയയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളാവുമെന്ന് അരുളി ചെയ്ത കർത്താവെ, നിന്റെ സാക്ഷ്യമായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ നിന്റെ മകളെ മകൾക്ക് നീ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്നതായ വചനം കർത്താവെ അവിടുന്ന് വാഴ്ത്തി നുറുക്കി നിന്റെ മകളുടെ നാവിന്മേൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും വചനം സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയം വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായിട്ടൊന്ന് പതിയുവാൻ കർത്താവ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി വിളയുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. നിന്റെ മകൾക്കായി കൊടുത്ത കുടുംബജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കൂട്ടായി കൊടുത്ത മകനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആയുസ്സും ആരോഗ്യം കൊടുത്ത കർത്താവ് ദേശത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാനമായി കൊടുത്ത പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ദൈവകൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിന് അനുരൂപനാകാൻ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ നിന്റെ മകനെ നീ സഹായിക്കണമേ. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ആലോചനയും ബലത്തിന്റെയും ആത്മാവിനെ നിന്റെ മകനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്കായി ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ആരുടെയും കുറവ് അനുഗ്രഹത്തിന് തടസ്സമാകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കാര്യങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിന്റെ മുൻപിലും പിൻപിലും നിന്ന് പ്രവർത്തിച്ച് എല്ലാ മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് ഏലിശായ്ക്ക് കൊടുത്തതുപോലെ കൃപയ്ക്ക് മേൽ കൃപ നിന്റെ മക്കൾക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയന്റെ പ്രാർത്ഥന എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവെല്ലാം കർത്താവ് ക്ഷമിക്കണം കർത്താവെ. ആദ്യോടന്തം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങളെ മറയ്ക്കണമേ. ബലഹീന അടിയന്റെ പ്രാർത്ഥന കേൾക്കണം കർത്താവെ. പ്രാർത്ഥനയെ വന്നുപോയി കുറവ് ക്ഷമിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇനി നമ്മുടെ ഇന്നത്തെ വചന പ്രഘോഷണത്തിനായി ബഹുമാനപ്പെട്ട സുമേ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ദിവസം ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്നതിന് ദൈവത്തിന് 1000 നന്ദി പറയാം. പല ഭവനങ്ങളില് പല ദേശത്തിരുന്നുകൊണ്ട് നമുക്ക് സഹോദരങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഈ ഒരു നല്ല വേദിക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും അധികമാകത്തില്ല. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി വഴിയൊരുക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ. തന്ന നന്മകൾക്കൊക്കെ നന്ദി പറയുവാൻ ഹല്ലേലൂയ കൂടി വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേട്ട വചനം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വീണ്ടും അതിന്റെ 8ാമത്തെ വചനം പറയുന്നു, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ഹല്ലേലൂയ. യഹോവയുടെ മുഖം അന്വേഷിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. വീണ്ടും അതിന്റെ ഒരു വചനം കൂടെ പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ഒന്ന് തലവണക്കാം. ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ ദൈവമേ, നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാവുന്ന വാക്കുവന്ന സ്വർഗത്തിലെ അപ്പ നൽകി തന്ന ഈ നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇതേത് ആത്മാവിൽ എഴുതിയിരിക്കുന്നു അതേ ആത്മാവിൽ കർത്താവേ ഹാലിലെ പറയുവാനുള്ള ദൈവകൃപ തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ലപ്പ, യഹോവയ്ക്ക് വിളങ്ങേണ്ടതിന് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. ഹാലിലയ. ആമേൻ. ഞങ്ങളുടെ വിളക്കിൽ ആമേൻ പരിശുദ്ധാത്മാവെന്ന എണ്ണ നിറച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാള് ദൈവകൃപ ഞങ്ങൾക്ക് തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിന്റേതപ്പ, യാതൊരു കഴിവും യോഗ്യതയുമില്ലാത്ത അടിയനെ ഹാലിലിയ ആമേൻ ഈ വചനം പറയുവാൻ നീ എടുത്തുപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലിലിയ. ഹാലിലിയ.
ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും നിന്റെ വാഗ്ദത്ത വചനമുണ്ടല്ലോ കർത്താവേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പ അല്പസമയം നിന്റെ പാദപിടുത്തങ്ങൾ വന്നിരിക്കുന്നു, കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കുടുംബം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ ഓർക്കുന്നു, ഹാലലൂയ. കുടുംബത്തെ ഓർക്കുന്നു കർത്താവേ. ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഹാലലൂയ ഒത്തിരി അധ്വാനിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്, ഇതിന്റെ മധ്യത്തിലുണ്ട് കർത്താവേ. അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപകളും കൃപാവരങ്ങളാലും അവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്കൊരു വചനം കൂടെ വായിക്കാം. 116 സങ്കീർത്തനം. ഹല്ലേലൂയ. അതിന്റെ 12-ാമത്തെ വചനം. ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? എന്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുത്താൽ പറ്റും? ഹല്ലേലൂയ. ആമേൻ. യാതൊരു യോഗ്യതയും കഴിവുമില്ലാത്ത അടിയന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. കൃപയാൽ ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും വലുതായിട്ട് ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളുടെ നടുവില്, ആമേൻ, നമ്മുടെ വേദനയുടെ നടുവില് ഹല്ലേലൂയ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം അകറ്റി നിർത്തിയാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ഹല്ലേലൂയ ചേർത്ത് നിർത്തുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഉറ്റോരും മുടിയോരും ഒക്കെ തള്ളിക്കളയും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മളെ കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ കാണുന്ന ഒരു ദൈവം, ഉള്ളങ്ങളെ തൊട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഉള്ളതുപോലെ നമ്മളെ കാണുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഹൃദയം തകരുമ്പോൾ, കണ്ണു നിറയുമ്പോൾ അരികിലായെത്തിടുമേ എന്റെ അരുമാനാഥൻ വന്നിടും. മനമുരുകി നീ കരയുമ്പോഴെല്ലാം മറുപടി തന്നിട്ടില്ലേ? നിന്നെ മാനിച്ചു നടത്തിയില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതോർക്കുമ്പോൾ നന്ദി മാത്രം പറയാനുള്ളൂ. എന്റെ യേശുവിനു നന്ദി മാത്രം പറയാനുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എത്ര നന്ദി പറഞ്ഞാലും അധികമാകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എവിടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ അവസരം കിട്ടിയാലും ആമേൻ നമ്മുടെ അവസ്ഥ പിന്നിട്ട വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, തന്നിട്ടുള്ള നന്മകൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നന്ദി മാത്രം പറയാനുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 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 എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തില്, ആമേൻ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഹല്ലേലൂയ ആമേൻ ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചോണ്ട് നിൽക്കും. നാലുള്ളങ്ങളെ തൊട്ടറിയുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഉള്ളതുപോലെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എന്റെ സാക്ഷ്യത്തോട് ചേർന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നാല് കരയുന്ന കണ്ണുകളും തകരുന്ന ഹൃദയവും കാണാതെ പോകുകയില്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വേണ്ടി 3 പേർ ഒരുപോലെ ഇവിടെ മുട്ടുമേൽ നിൽക്കാൻ കടന്നു വന്നു. ആമേൻ. അവര് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരയുവാൻ ഒരു കൂട്ടമുണ്ടേൽ അത്ഭുതങ്ങൾ പലതും നടക്കും. കരുതുവാൻ ഒരു ദൈവമുണ്ടല്ലോ, കണ്ണുനീരവൻ തുടയ്ക്കും. മല പോലുള്ള പ്രശ്നമല്ലോ മഞ്ഞുപോലൊരുകിപ്പോകും. പ്രാർത്ഥനയിൽ മുന്നേറിടാം, വചനത്തിൽ സന്തോഷിക്കാം. കരയുവാൻ ഒരു കൂട്ടമുണ്ടേൽ അത്ഭുതങ്ങൾ പലതും നടക്കും. ആമേൻ. കരയുവാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ പലതും നടക്കും. ആമേൻ. എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞതാണ്. ആമേൻ. ഹല്ലേലൂയ. 24 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ആമേൻ കരയുവാൻ ഒരു കൂട്ടം ഹല്ലേലൂയ 3 പേരായി ഞങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു വേണ്ടി പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ എന്നൊരു തീരുമാനമെടുത്ത് നമ്മുടെ വിഷയങ്ങളെക്കാൾ കൂടുതൽ ആമേൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊരു തീരുമാനമെടുത്ത് ഹല്ലേലൂയ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ അന്നെടുത്ത തീരുമാനത്തിന്റെ ബാക്കിയാണ് ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ്. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും വലിയൊരു ഗ്രൂപ്പ്. ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര വിശ്വസ്തന. ഹല്ലേലൂയ. അനേകരുടെ ഭാരം വഹിച്ച് പ്രാർത്ഥിപ്പാൻ ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഈ സമയം നമ്മുടെ ഈ സമയം കൂട്ടത്തിൽ ഹല്ലേലൂയ. ആമേൻ. UK, അമേരിക്കയിൽ ഹല്ലേലൂയ, കേരളത്തിൽ, ഇന്ത്യയിൽ ഹല്ലേലൂയ, അവിടെ എല്ലാം ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ എത്ര ഒരു അത്ഭുതമാണിതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ആമേൻ. സഹോദരങ്ങളെ പോലെ ഹല്ലേലൂയ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ഒന്ന് ആരാധിപ്പാന് ആമേൻ രാവിലെ 6 മണി തൊട്ട് ഹല്ലേലൂയ രാത്രി 11 വരെയും ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഒരു കൂട്ടത്തെ വിളിച്ചു വേർതിരിച്ചത് ആമേൻ പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഇടപെടലും മാത്രം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ വചനമാ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. നമ്മൾ ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി അത്ഭുതങ്ങളാണ് നമ്മൾ കാണുന്നത്. ആമേൻ. ഹല്ലേലൂയ. 4 ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കേണ്ട. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്ന ആമേൻ പത്രോസ് 1 പത്രോസ് 2:9 പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ആമേൻ ആമേൻ സ്വന്തം ജനമാണെന്നുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ എന്താ പറയണ്ടേ? നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. ഹല്ലേലൂയ. ആമേൻ. അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചവനെ ഹല്ലേലൂയ എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. ഹല്ലേലൂയ. 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 ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഉള്ളിൽ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള കൃപ നമ്മൾക്ക് കിട്ടും. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ ആമേൻ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പറഞ്ഞു തരും. ആമേൻ. ആമേൻ. കർത്താവിന്റെ ഈ വചനം ഹല്ലേലൂയ നമ്മൾ വചനം വായിച്ചതിനകത്തുണ്ട്, എന്റെ മുഖം അന്വേഷിപ്പിൻ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ കരുതിയില്ല എങ്കിൽ ഒന്നുമില്ലെന്ന് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഇതുവരെയും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടൻ തന്നെ. ഹല്ലേലൂയ. മനുഷ്യരൊക്കെയും പുറമേ ഉള്ളത് കാണുന്നു, ഹൃദയങ്ങളെ അന്തേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവം മാത്രമാ. ഹല്ലേലൂയ. 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 ദാവീദിനെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് ഏത് അവസ്ഥയിലായിരുന്നു? ഹല്ലേലൂയ. കാട്ടിൽ കിടന്ന ദാവീദിനെ ഹല്ലേലൂയ രാജസ്ഥാനത്തേക്ക് എത്തിച്ച ദൈവം ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിലൊരു വചനം പറയുന്നുണ്ട്, അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കല്ല. ഹല്ലേലൂയ. ആമേൻ. ഹൃദയങ്ങളെ തൊട്ടറിയുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരുവനെ തെരഞ്ഞെടുത്താൽ ഹല്ലേലൂയ ആമേൻ എത്ര വൈകിയാലും ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. 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 വൈകി വന്ന നന്മകൾ എത്രയോ ശ്രേഷ്ഠമാ, വൈകിയാലും അവൻ എന്നെ അവൻ കൈവിടത്തില്ല. ഹല്ലേലൂയ. അവൻ എന്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞ ഒരു കാര്യമാ. ഞാൻ ഈ പാട്ട് എഴുതി ഹല്ലേലൂയ എന്റെ പാട്ടെന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആമേൻ. എന്റെ ആ വേദനയുടെ ആമേൻ മധ്യത്തിൽ ഹല്ലേലൂയ ആമേൻ ഒന്ന് ഹല്ലേലൂയ 4 വരി പാട്ട് ഞാൻ എഴുതി. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീർ മാറും, വേദന തീരും, എണ്ണമില്ലാതുള്ള നന്മകളോർക്കുമ്പോൾ വന്നിപ്പാനെന്നാവിൽ വാക്കുകൾ പോരാ, എൻ പ്രിയ യേശുവേ എന്നാഥനേ. 4 വരി പാട്ട് എന്റെ നാവിൽ വന്നത് പാട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ 4 വരി ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ പാട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പാടും. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് ഇതെന്താ വീണ്ടും വീണ്ടും ഞാൻ പെട്ടെന്ന് ആ 4 വരി പാട്ട് ഒരു പുസ്തകം ഒരു ബുക്ക് എടുത്ത് അതിനകത്തോട്ട് എഴുതാൻ തുടങ്ങി. ഞാൻ ആ കംപ്ലീറ്റ് പാട്ട് 12 ലൈൻ എഴുതിയിട്ടാണ് എൻ്റെ കൈ മാറ്റിയത്. ഞാൻ പാടി നോക്കിയപ്പോൾ അത് മനോഹരമായൊരു പാട്ടാണെന്ന് മനസ്സിലാക്കി. അന്നാണ് മനസ്സിലായത് ദൈവം പാട്ട് എഴുതാൻ ഒരു കൃപ തന്നെന്ന്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ വേദനിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ
നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. ഹാലലിയ. ആമേൻ. നമുക്കൊരു പ്രാഗൽഭ്യം വേണം. ഹാലലിയ. നമുക്കൊരു അപ്പനുണ്ട്. ഹാലലിയ. നമ്മൾ മക്കളാണ്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്. ഹാലലിയ. അവകാശത്തോടെ നമുക്ക് കടന്നു ചെല്ലുവാൻ പറ്റുന്ന ഒരിടം ആ യേശുവിന്റെ മാർവ് മാത്രമേ ഉള്ളൂ. ആ യോഹന്നാൻ ചാരിയ മാർവിൽ. ഹാലലിയ. ആമേൻ. അവിടെ ആര് ചാരിയിട്ടുണ്ടോ? ഹാലലിയ. അവരെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാ നമ്മുടെ ദൈവം. ഹാലലിയ. നമുക്ക് ജ്ഞാനമോ വിവേകമോ ഒന്നും വേണ്ട. ഹാലലിയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാലലിയ. യാതൊരു അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ തക്കവണ്ണം ദൈവം പോഷത്വമായതിനെ തെരഞ്ഞെടുത്ത്. ഹാലലിയ. ഒരു കഴിവും യോഗ്യതയുമില്ലാത്ത അടിയന്റെ മേൽ. ഹാലലിയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹാലലിയ. അനേക പാട്ടുകൾ എഴുതാനുള്ള കൃപ തന്നു. ഹാലലിയ. ആമേൻ. ഈ പാട്ടുകളൊക്കെ എഴുതി ഞാനൊരു പുസ്തകത്തിലൂടെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹാലലിയ. ആമേൻ. ഇതിനെ അറിയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിനെ കാണുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ. എന്ന ദൈവം എത്ര വലിയവനായ ഒരു ദൈവമാ. ആമേൻ. ഞാനൊരു മീറ്റിംഗിൽ ആമേൻ വലിയ പള്ളിയിൽ പങ്കെടുക്കുമ്പോൾ ആമേൻ സാബു വാരി അവരെന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ അവിടെ വന്ന് 4 വരി പാട്ട് പാടി. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കൊന്ന് നിങ്ങളൊന്ന് ഓർത്തോണം. നമ്മളെ എത്ര മാറ്റി നിർത്തിയാലും ആമേൻ എവിടെ അടച്ചു വെച്ചാലും ഹാലലിയ അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ സാധിക്കുള്ളൂ. ആമേൻ. എന്ന് എന്റെ അനിയനും ചെന്ന് ചോദിച്ച സാറിന് എവിടുന്ന ഈ പാട്ട് കിട്ടിയത്? ആമേൻ. പുള്ളി പറഞ്ഞു, മോനെ 4 വരി പാട്ട് കിട്ടി, ബാക്കി അറിയില്ല. ആമേൻ. ആ കുഞ്ഞ് പറഞ്ഞു, ആമേൻ ഇത് എഴുതിയ ആ ചേച്ചി ഇവിടെ ഉണ്ട്. ആമേൻ. ഞാൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ സാറ് പറഞ്ഞു, സുമയുടെ നമ്പർ ഒന്ന് തരണം. നീ ദേവദാസിന്റെ നമ്പർ വാങ്ങിച്ചോണ്ട് പോയി. 1 വർഷം കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ ഹാലലിയ ആ ദേവദാസിനെ വിളിച്ചു ചോദിച്ച സമയത്ത് ഒന്ന് കാസറ്റിലാക്കാൻ പോയതിന് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, ഇത് ദൈവം സൗജന്യമായിട്ട് തന്നത്, സൗജന്യമായിട്ട് തന്നെ ആമേൻ ഇതെടുക്കണം. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ആമേൻ ഇത് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഈ പാട്ട് ചെല്ലണം. ഹാലലിയ. നിങ്ങൾക്കറിയാമോ ആമേൻ ഞാൻ പോലും ഒന്നും അറിയാതെ, ഞാൻ ഒരു കാര്യവും അറിഞ്ഞില്ല. ആ ദേവദാസിന് അത് പാട്ട് കാസറ്റാക്കി ഇറക്കി. ആമേൻ. അന്ന് തൊട്ട് ആമേൻ 24 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ് രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും. അത് എഴുതാൻ ഒരു കാരണമുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. ഹാലലിയ. ആമേൻ. എനിക്ക് നിന്ദകളോ പരിഹാസങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു ദിവസം ആമേൻ ഒരു നിന്ന ആമേൻ അതുപോലൊരു സംസാരത്തില് ഞാൻ കേൾക്കാനിടയായി. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പാ നീ എന്നെ മറന്നു എന്ന് ചോദിച്ചു. ഹാലലിയ. ആമേൻ. അന്ന് രാത്രി ഞാൻ എഴുതിയ പാട്ടാണ്. ഹാലലിയ. അല്പ നേരത്തേക്ക് നിന്നെ മറന്നാലും ആമേൻ മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ ഹല്ലേലൂയ അരികിൽ വന്ന് ആശ്വാസം പകരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആ വരികളും ഹാലലിയ പാട്ട് മുഴുവൻ എഴുതി തീർക്കുവാൻ അന്ന് രാത്രി ദൈവം ഭാഗ്യം തന്നു. ഹാലലിയ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ആമേൻ. നമ്മൾക്ക് അവൻ ചെയ്ത നന്മകളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആമേൻ. ഒന്നുമില്ല രാത്രി നാം കിടന്നുറങ്ങുമ്പോഴും ആമേൻ രാവിലെ നാം എഴുന്നേൽക്കുന്നത് അവന്റെ വിശ്വസ്തത എന്നുകൊണ്ട് മാത്രമാ. ഹാലലിയ. ഹാലലിയ. ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാ. ഓരോ ശ്വാസവും ദൈവത്തിന്റെ ദാനമാ. ഒരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ എന്റെ അപ്പൻ അനുവദിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. ഹാലലിയ. ആമേൻ. ഇന്ന് നാം പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മെ ഉണർത്തിയത് അവന്റെ കരുണയാ. ഇന്ന് നാം നടക്കുന്നത് അവന്റെ കൃപയല്ല. എന്തെങ്കിലും സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആമേൻ എന്റെ അപ്പന്റെ കൃപയൊന്നും മാത്രമാ. ഹാലലിയ. ആമേൻ. ഹാലലിയ. ആമേൻ. ഞാൻ ഏറെ ആഗ്രഹിച്ചൊരു കാര്യമാ ആമേൻ ദൈവം ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് ഘോഷിക്കണമെന്ന്. ആമേൻ. എനിക്ക് സാഹചര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാൽ എന്റെ ദൈവം എത്ര വലിയവന്. ഹാലലിയ. ആമേൻ. ഹാലലിയ. ഹാലലിയ. ആമേൻ. ഈ പാട്ടിനെ മാരാമൻ കൺവെൻഷനിൽ എടുത്തു. ഹാലലിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മാരാമൻ കൺവെൻഷനിൽ എടുത്തു കഴിഞ്ഞു. ഹാലലിയ. അന്നാണ് നമ്മുടെ ജ്ഞാനായ സമുദായം പോലും അറിയുന്നത് ഈ പാട്ട് എഴുതി ഞാനാണെന്ന്. 24 വർഷങ്ങൾക്ക് ശേഷം ആമേൻ 23 വർഷങ്ങൾക്ക് ശേഷമാണ് ആമേൻ അനേകർ ഈ പാട്ടിനെ തിരിച്ചറിയുന്നത്. ആമേൻ. അതിനകത്തൊരു കാര്യമുണ്ട്. ആമേൻ. എല്ലാവരും എന്നോട് പറഞ്ഞു, സുമയുടെ ഓരോ പാട്ടിന്റെ അടിയിൽ സുമ അലാഹിൽ എഴുതണം. ഞാൻ പറഞ്ഞു, അങ്ങനെ എഴുതിയാൽ എന്റെ പാട്ട് എഴുതാനുള്ള കൃപ നഷ്ടപ്പെടും. ഹാലലിയ. ആമേൻ. കാരണം എനിക്കറിയാം എന്റെ കഴിവ് എന്താണെന്നും എന്റെ യോഗ്യത എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആമേൻ. യാതൊരു കഴിവും യോഗ്യതയും ഇല്ലാത്ത അടിയൻ ഹാലലിയ 70 പാട്ടോളം എഴുതുവാൻ ദൈവം കൃപ തന്നു. ആമേൻ. ഈ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ആമേൻ. 18 വർഷക്കാലം മക്കളിരുന്ന ഞങ്ങൾക്ക് ഹാലലിയ 18ാമത്തെ വർഷം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനമായി തന്നു. ഹാലലിയ. ജോക്കുട്ടൻ. ആമേൻ. അവനിന്ന് 18 വയസ്സ്. ഹാലലിയ. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെ അവസരം കിട്ടിയാലും എന്റെ ദൈവത്തെ ഘോഷിപ്പാൻ ഞാൻ എഴുന്നേൽക്കും. ഹാലലിയ. ആമേൻ. എനിക്കറിയാം ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന അനേകരുടെ ഭവനങ്ങളില് ആമേൻ മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. ആമേൻ. അവരോട് പറയാ, ദൈവം ഇന്നൊരു വചനം തന്നിട്ടുണ്ട്. യഹോവയെങ്കിൽ പ്രത്യാശ
വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ. അടുക്കും തോറും സ്നേഹിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അടുക്കും തോറും സ്നേഹിക്കും യേശു, അകലും തോറും കരയുമെന്നേശു. മടുത്തു പോകാതുണർന്നു പ്രാർത്ഥിച്ചാൽ ഒടുക്ക നാളിൽ ഉയർക്കും നിശ്ചയം. അടുക്കും തോറും സ്നേഹിക്കുന്ന ഒരു ദൈവമാ, അകലും തോറും കരയുന്ന ഒരു ദൈവമാ. ആമേൻ. എത്ര അടുക്കാൻ പറ്റുമോ അത്രയും ദൈവസ്ഥനിൽ അടുത്തോണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തൊരു വചനമുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആമേൻ, ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവന്റെ സഹോദരങ്ങളെല്ലാം ഈ അപ്പൻ മുൻനിർത്തി കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ദൈവം യഹോവ പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെ ആരും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. ആമേൻ. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും മക്കളെ നിനക്കുള്ളൂ? ഇപ്പൊ പറയുന്നുണ്ട്, അല്ല, ഇളയൊരു മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ കടന്നു പോയിരിക്കുകയാണ്. ആമേൻ. ആരെല്ലാം അകറ്റി നിർത്തിയാലും, ആമേൻ, ആരെല്ലാം മാറ്റി നിർത്തിയാലും കരുതുവാൻ ഒരു കരമുണ്ടെങ്കിൽ അതിന്റെ യേശുവിന്റെ കരം മാത്രമാ. ഹല്ലേലൂയ, ആമേൻ. ആ ദാവീദെ ഉയർത്തിയ ദൈവം. ഹല്ലേലൂയ, ആമേൻ. ജോസഫിനെ നമ്മൾ നോക്കുമ്പോൾ, ആമേൻ, ജോസഫിനെ കൊണ്ട് പൊട്ടക്കിണറ്റിലിട്ടത് അന്യരല്ല, അവന്റെ സ്വന്തം സഹോദരങ്ങളാണ്. ഹല്ലേലൂയ, ആമേൻ. ആ പൊട്ടക്കിണറ്റിലിരുന്ന് ആഴമാം കുഴിയിൽ നേരം കരയുമ്പോൾ മാർവിലേക്ക് ചേർത്തിടുന്ന ഒരു അപ്പനുണ്ട്. ജനിച്ച നാൾ മുതൽ എന്നെ കരുതിയ യേശുവിനെ പിരിയുവാൻ കഴിയില്ല ഒരു നാളിലും. നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ യേശുവിനെ മറക്കുവാൻ കഴിയില്ല ഒരു നാളിലും. ആഴമാം കുഴിയിൽ കിടന്നേറെ നേരം കരയുമ്പോൾ മാർവിലേക്കു ചേർത്തിടുന്നോരപ്പനുണ്ടല്ലോ. ആഴമായ കുഴിയിൽ കിടന്നേറെ നേരം കരഞ്ഞൊരു ജോസഫ് ഉണ്ട്. ഹല്ലേലൂയ, അവനെ മാർവിലേക്ക് ചേർത്ത് നിർത്തിയ ഒരു അപ്പനാ. ആ അപ്പൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അന്നും ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അന്ന് മാത്രമല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്, ഇന്നും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം കാണാവുന്ന ദൈവത്തിന്റെ വചനമാ. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ആ രക്തസ്രവക്കാരത്ത് സ്ത്രീ, ഹല്ലേലൂയ, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, ആമേൻ, ആമേൻ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ആമേൻ. നമ്മൾ വിശ്വസിച്ച്, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസത്തോടെ കടന്നു ചെന്നാല് അത്ഭുതങ്ങളെ സ്വന്തം കണ്ണാല് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കാൻ പോകല്ലേ, യഹോവയെ തന്നെ ആശ്രയിച്ച്, ആമേൻ, അവന്റെ മുഖം മാത്രം അന്വേഷിച്ച് അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, ആമേൻ, വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. നമ്മൾ ഈ ആവശ്യ പ്രാർത്ഥനക്കാരായിട്ട് മാത്രം മാറരുത്. ഹല്ലേലൂയ. നമുക്ക് പറയാൻ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആമേൻ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആമേൻ. ഒരു ഒരുക്കമുള്ള ഒരു ജീവിതം നമ്മൾക്ക് ആവശ്യമാ. യേശുവേ, നീ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ നിന്നെ എതിരേൽക്കുവാൻ, നിന്റെ സ്വരം കേൾക്കുവാൻ എന്നെ ഒരുക്കേണമേ, എന്നെ കഴുകേണമേ, എന്നെ പണിയേണമേ, എന്നെ നിറയ്ക്കേണമേ. നമുക്കൊരു ഒരുക്കം ആവശ്യമാ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അന്ത്യകാല സംഭവങ്ങൾ അവിടെ ഇവിടെയായി കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ആമേൻ, നമുക്ക് ഒരുക്കം ആവശ്യമാണ്. നമുക്കൊരു കഴുകൽ ആവശ്യമാണ്. നമ്മളെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവസ്ഥനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഭൗതിക നന്മകളൊക്കെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എല്ലാം നമുക്ക് തരുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ആമേൻ. നമ്മുടെ ഭൗതിക നന്മകളെക്കാൾ കൂടുതലായിട്ട്, ആമേൻ, ദൈവത്തോട് ഏറെ അടുക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് വേണം. ഹല്ലേലൂയ, ആമേൻ. മലമേൽ ശോഭിക്കുന്ന ഒരു പട്ടണം പോലെ, തണ്ടിന്മേൽ കത്തുന്ന ഒരു വിളക്ക് പോലെ, ആമേൻ, അത് പറയുകയിൽ വെക്കാനല്ല, ആമേൻ, ദൈവത്തിന് വേണ്ടി ശോഭിക്കാൻ. എന്തിനു വേണ്ടി ശോഭിക്കണം? ഹല്ലേലൂയ. ആത്മാക്കളെ നേടിടുവാൻ, അഭിഷേകത്തോടെ വേല ചെയ്യുവാൻ,
അനുദിനം വചനത്തിൽ വളർന്നിടുവാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അനുദിനം വചനത്തിൽ വളർന്നിടുവാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഇക്കാലത്ത് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആമേൻ ശക്തമായിട്ട് നമ്മൾക്ക് ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ശക്തി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആമേൻ ആമേൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലുണ്ട്. നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 24:11 വചനമാണെന്ന് തോന്നുന്നു, അതിനകത്തുണ്ട്. ആമേൻ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് 2 പേർ നടന്നു പോകുന്ന ഒരു സമയം. ഹല്ലേലൂയ. ആമേൻ. അത് വചനം നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24 കറക്റ്റ് ചെയ്തങ്ങ് പോയേക്കാം. ഹല്ലേലൂയ. അതെ, അന്ന് തന്നെ അവർ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. 2 പേർ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് നടന്നു പോകുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ആമേൻ. അവരോട് കൂടെ യേശു നടന്നു. ഇവര് തമ്മിൽ ഇങ്ങനെ തർക്കിച്ചും പറഞ്ഞു ഒക്കെ പോകുമ്പോൾ യേശു അവരോട്, ഞാനിത് മൊത്തം വായിക്കാൻ പറ്റത്തില്ല, ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് സംസാരിച്ച് യേശു താനും അടുത്ത് അവരോട് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചു അവനവരോട്, നിങ്ങൾ വഴിയിൽ നടന്ന് തമ്മിൽ വാദിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ മാത്രം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഈ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. ആമീൻ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ആമീൻ യേശു താൻ ഇവർക്ക് പോകേണ്ട സ്ഥാനത്തെത്തിയപ്പോൾ യേശു താൻ മുൻപോട്ട് കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയേക്കുന്നത്. ഇത് മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അവര് പറയുന്നുണ്ട്, നേരം വൈകിയല്ലോ, ഞങ്ങളോടുകൂടെ പാർക്കാന്ന് പറയുന്നു. യേശു അവരോടുകൂടെ പാർത്തു. ഹല്ലേലൂയ. ആമേൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു ആ അപ്പം എടുത്ത് വാഴ്ത്തി ഇവർക്ക് കൊടുത്തു. ആമേൻ. ഇത് ഇവർ ഭക്ഷിച്ചപ്പോൾ ഇവരുടെ കണ്ണ് തുറന്നു. ആമേൻ. യേശു എന്ന് ഇവര് തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശു അവർക്ക് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുന്നതിന്റെ കാര്യം, അപ്പോൾ അവർ 2 പേരും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വഴിയിൽ ഈ നമ്മുടെ കൂടെ നടന്നവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിൽ ഒരു കത്തലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആമേൻ ആ ഒരു കത്തൽ നമ്മൾക്ക് എപ്പോഴും അനുഭവിച്ചറിയാൻ പറ്റും. ആമേൻ. പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും പതറേണ്ട, തളരേണ്ട, കൂടെ നിൽപ്പാൻ എന്നേശു അരികിലുണ്ട്. ഭാരങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും പതറേണ്ട, തളരേണ്ട, കൂടെ നിൽപ്പാൻ എന്നേശു അരികിലുണ്ട്. ഓടി ഓടി നീ തളർന്നിടുമ്പോൾ അരികിലായെത്തിടുമേ, തന്റെ കരങ്ങളാൽ താങ്ങിടുമേ. യേശു അരികിലായെത്തുമ്പോഴോ എൻ്റെ ഉള്ളം കത്തിടുമേ, ആത്മാവാൽ ഉള്ളം തുടിച്ചിടുമേ. പെട്ടെന്നൊരു നാൾ വിട്ടാലും ഈ ലോകം വിട്ടാലും, പെട്ടെന്നൊരു നാൾ വിട്ടാലും ഈ ലോകം വിട്ടാലും ഒട്ടും ശങ്ക വേണ്ട, കൂടെ നിൽപ്പാൻ എന്നേശു അരികിലുണ്ട്. ഒട്ടും ശങ്ക വേണ്ട, കൂടെ നിൽപ്പാൻ എന്നേശു അരികിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടാകും. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ഹല്ലേലൂയ, ഭയം തെല്ലും വേണ്ട, കൂടെ നിൽപ്പാൻ എൻ്റെ യേശു അരികിലുണ്ട്. ഭാരങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും, ഹല്ലേലൂയ, ഭയം തെല്ലും വേണ്ട, കൂടെ നിൽപ്പാൻ ഒരു യേശുവുണ്ട്. ആമേൻ. നമ്മുടെ വിഷയങ്ങൾ, ഹല്ലേലൂയ, നമ്മൾ ഒത്തിരി ഓടി നടന്ന് മറ്റുള്ളവരോട് പറയേണ്ട ഒരു കാര്യമില്ല. ആമേൻ. കരയുന്ന കണ്ണുകളും തകരുന്ന ഹൃദയവും കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ ഏത് വിഷയം വെച്ചാലും ആമേൻ മറുപടി നിശ്ചയമാ. ഹല്ലേലൂയ. 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 നിന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് നടത്തി തരുവാൻ
ശക്തനാണ് നമ്മുടെ ദൈവം. ഹാലലിയ. ഉറക്കെ നിലവിളിക്ക. അവൻ അടങ്ങിയിരിക്കരുത്. ഹാലലിയ. മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാൽ സ്വർഗം തുറക്കും. ഹാലലിയ. മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാൽ സ്വർഗം മാനിക്കും. ഹാലലിയ. ആമേൻ. മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാൽ അത്ഭുതങ്ങളെ കാണും. ഹാലലിയ. ആമേൻ. സ്വന്തം കണ്ണാലെ ആമേൻ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും. ഹാലലിയ. ആമേൻ. എത്രയോ നാളുകൾ ഹാലലിയ നിങ്ങളെ നോർത്ത് ഈ പാട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു. ഹാലലിയ. ആമേൻ. ഓരോന്ന് എഴുതി വെച്ചിരുന്നു. ഹാലലിയ. 70 പാട്ട് എഴുതിയെങ്കിലും ഹാലലിയ ഒറ്റ പാട്ട് കൊണ്ട് ഹാലലിയ എവിടെ ചെന്നാലും ഹാലലിയ രാത്രിയിലുള്ള അതിന്റെ കരുതൽ എന്നുള്ള പാട്ട് എഴുതിയ ആളാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആ ഒരു സ്നേഹം ഹാലലിയ അതെത്ര വലുതാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഹാലലിയ. ആ പാട്ട് പാടി ആരാധിക്കുമ്പോൾ ആമേൻ അതിന്റെ ലാസ്റ്റ് ലൈനിൽ എഴുതിയിട്ടുണ്ട്. ഹാലലിയ. അബ്രഹാമിന്റെ ദൈവമായ എന്റെ ദൈവം, മോശയുടെ ദൈവമായ എന്റെ ദൈവം, ഹാലലിയ. ദാനിയേലിന്റെ ദൈവമായ എന്റെ ദൈവം, ഹന്നയുടെ ദൈവമായ എന്റെ ദൈവം. ഹന്ന ദേവാലയത്തിൽ കടന്നു ചെന്ന് അവനവിടെ സങ്കടം ബോധിപ്പിച്ച് അവൾ കരഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കേണ്ട പുരോഹിതൻ അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നീ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ? ഹാലലിയ. 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 ആമേൻ. ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക അത്രേ ചെയ്തത്. ഹാലലിയ. ആമേൻ. എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമേ ഉള്ളൂ. ആമേൻ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ മാത്രമേ ഹാലലിയ നമുക്ക് ദൈവം മറുപടി തരികയുള്ളൂ. ആമേൻ. മനുഷ്യരൊക്കെയും മാറിപ്പോവും. ഹാലലിയ. ആമേൻ. മനുഷ്യരോട് നമ്മൾ പറയുന്നതിന് പരിധിയുണ്ട്. ആമേൻ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ പറയുവാൻ ഹാലലിയ ആ മാർവിൽ ചാരി നിന്ന് പറയുവാൻ ഒരു മാർവ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. മനസ്സലിവുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹാലലിയ. ആമേൻ. ജീവിതത്തിൽ ഹാലലിയ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാകരുത്. ഹാലലിയ. മറ്റുള്ളവരുടെ കുറ്റം കാണാനുള്ള കാഴ്ച നമുക്ക് വേണ്ട. മറ്റുള്ളവരുടെ നന്മ മാത്രം കാണുവാനുള്ള ഒരു കാഴ്ച തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലിയ. ഹാലലിയ. ആമേൻ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഹാലലിയ അവരുടെ നന്മ കണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഹാലലിയ. വേദനിക്കുന്നവരോട് ചേർന്ന് നിന്ന് വേദനിക്കുവാൻ, കരയുന്നവരോട് ചേർന്ന് നിന്ന് കരയുവാനുള്ളൊരു ഹൃദയം നമുക്ക് വേണം. ഹാലലിയ. നമ്മളൊക്കെ മറ്റുള്ളവരുടെ ഹാലലിയ തിന്മ പറയുവാൻ വളരെ എളുപ്പമാ. ഹാലലിയ. എന്നാൽ ഒരു നന്മ നമുക്ക് പറയുവാൻ പാട. ഹാലലിയ. ആമേൻ. ഹാലലിയ. ആമേൻ. നമ്മൾ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ ഒന്ന് താണിരുന്ന് കൊടുത്താല് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവമാ. ഹാലലിയ. ഹാലലിയ. ആമേൻ. ഈ പാട്ടുകളൊക്കെയും ഇവിടെ അടച്ചു മൂടപ്പെട്ട് ഇവിടെ കിടക്കേണ്ട ഒരു പാട്ടാണ്. ആമേൻ. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഒരു ഹാലലിയ ആ വലിയ മീറ്റിംഗ് നടന്നപ്പോൾ ഹാലലിയ ആമേൻ ആ ചിങ്ങവനത്ത് ദേശത്ത് ഒരു GBH ഇവിടെ കടന്ന് ഐത്തിലപ്പള്ളി ഹാലില് ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് ആമേൻ ആ അച്ഛനാണ് ഈ പാട്ട് എടുത്തത്. അന്നാണ് അതിന്റെ ഐത്തിലപ്പള്ളിയിൽ അല്ലെങ്കിൽ വലിയ പള്ളിയിലുള്ളവർ പോലെ ഈ പാട്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആമേൻ. നമുക്ക് കഴിവില്ലേലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേലും നമുക്ക് വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തരെ ദൈവം എടുത്ത് ഉപയോഗിക്കും. യാതൊരു സംശയം വേണ്ട. ആമേൻ. 400 500 പാട്ട് എഴുതിയ ആമേൻ അവരെ ആദരിച്ചെടുത്ത് ഹാലലിയ ഈ ഒരൊറ്റ പാട്ട് മാത്രം എഴുതിയ എന്നെ ആമേൻ ആദരിക്കുവാൻ അവർ വിളിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാ. എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഹാലലിയ. എന്റെ കാര്യം പറയാൻ ആരുമില്ലായിരുന്നു. ആമേൻ. ജോസഫ് ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ആമേൻ അവരുടെ കൂടെ 2 പേര് ആ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ആമേൻ. ഒരു അപ്പക്കാരനും ഒരു പാനപാത്രവാഹകനും. ഹാലലിയ. അവര് 2 പേരും ഇരുണ്ട സ്വപ്നം കണ്ടു. ഹാലലിയ. അവർക്ക് ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആളില്ലായിരുന്നപ്പോൾ ആമേൻ ജോസഫ് അവർക്ക് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഹാലലിയ. ആമേൻ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. പാനപാത്രവാഹനോട് പറഞ്ഞു നീ 3-ാമത്തെ ദിവസം വീണ്ടും രാജാവിന്റെ സന്നിധി നിൽക്കും. അപ്പക്കാരനോട് പറഞ്ഞു നീ 3-ാമത്തെ ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇത് രണ്ടും സംഭവിച്ചു. പാനപാത്രവാഹൻ വീണ്ടും രാജസ്ഥാനത്തേക്ക് പോയപ്പോ ജോസഫ് അവനോട് പറഞ്ഞു ആമേൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. ആമേൻ. ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം രാജാവിനെ ഒന്ന് ബോധിപ്പിക്കണമെന്ന്. ആമേൻ. ജോസഫ് വലിയ കാര്യത്തില് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഇപ്പൊ പറയും. ആമേൻ. പാനപാത്രവാഹന് രക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ജോസഫിനെ മറന്നവൻ പറഞ്ഞില്ല. എന്നാൽ ഹാലലിയ ആമേൻ ജോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ജോസഫിനെ അറിഞ്ഞൊരു ദൈവമുണ്ടായിരുന്നു. ഹാലലിയ. ആമേൻ. രാജാവ് ഇതുപോലൊരു സ്വപ്നം കണ്ടു. അനേകര് വ്യാഖ്യാനിക്കാൻ വന്നിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ പാനപാത്രവാഹൻ ഓർത്തു സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവരൻ ഈ കാരാഗ്രഹത്തിനുണ്ട്. ഹല്ലേലൂയ. 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 ആരെല്ലാം അകറ്റി നിർത്തിയാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ഹാലലിയ ദൈവം ഒരുവനെ ഉയർത്തണമെന്ന്. ഹാലലിയ. ആമേൻ. നിശ്ചയം
നിശ്ചയിച്ചാൽ അത് സംഭവിച്ചു തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ആമേൻ. രാജാവ് ജോസഫിനെ അവിടെ വരുത്തി. ഹല്ലേലൂയ. ആമേൻ. രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ജോസഫ് പറഞ്ഞു കൊടുത്തു. ആമേൻ. പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ്, കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ്, ഹല്ലേലൂയ, മന്ത്രിസ്ഥാനത്തെത്തി. ഹല്ലേലൂയ. അവനെ നിന്നിച്ച് മാറ്റി നിർത്തിയ സഹോദരങ്ങളുടെ മുമ്പില് ആമേൻ അവൻ ഒരു മന്ത്രിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ സഹോദരങ്ങൾ അവനെ തേടിച്ചെല്ലുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊന്നും ആമേൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ താണിരുന്നാൽ ആമേൻ നമ്മളെ ഉയർത്തുന്നത് ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. മറ്റാരിലും ആശ്രയം വെക്കരുത്. ആമേൻ. ദൈവത്തിലല്ലാതെ ആശ്രയം വെക്കാൻ നമുക്ക് മറ്റാരുമില്ല. മനുഷ്യരിൽ ആശ്രയം വെക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കല്ലേ. ആമേൻ. നമുക്ക് വേണ്ടി കരുതുവാൻ, ഹല്ലേലൂയ, നമ്മളെ വഴിനടത്തുവാൻ, ഹല്ലേലൂയ, എന്റെ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. കഴുകനെ പോലെ നീ ഉയരത്തിൽ പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കെട്ടി പാർത്താലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ കണ്ണുകൾക്ക് മറവായിട്ടിരിപ്പാൻ സാധിക്കുകയില്ല. ആമേൻ. നമ്മളെ അറിയുന്നവൻ, ഹല്ലേലൂയ, നമ്മളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം. ആമേൻ. മനുഷ്യരൊക്കെയും പുറമേ ഉള്ളത് കണ്ടിട്ട് ആമേൻ മനുഷ്യരുടെ അഭിപ്രായം പറയും. ഹല്ലേലൂയ. ആമേൻ. ആരൊക്കെ ഇവിടെ ഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ടോ, ആമേൻ, വേദനയോടെ കടന്നു വന്നിട്ടുണ്ടോ, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താവുന്ന വാഗ്ദത്തം തന്നൊരു ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ജീവിതത്തിൽ ശോധനകൾ വരും. ഹല്ലേലൂയ. ഭാരങ്ങൾ കടന്നു വരും. കഷ്ടതകൾ ദൈവമക്കൾക്ക് അവകാശമാ. ആമേൻ. നീക്കുപോക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവം വിശ്വസ്തൻ എന്നറിഞ്ഞൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ലാസ്റ്റ് ലൈനിൽ കഷ്ടതകൾ ദൈവമക്കൾക്ക് അവകാശമാ, നീക്കുപോക്കു തരുന്നവൻ കൂടെയുണ്ടല്ലോ, പതറാതെ താളേരാതെ നിന്നിടുക, യേശുവിന്റെ സാക്ഷ്യവുമായി എഴുന്നേൽക്കും. 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി വെച്ചതാണ്. യേശുവിന്റെ സാക്ഷ്യവുമായിട്ട് ഞാൻ എഴുന്നേൽക്കാമെന്ന്. ആമേൻ. അന്ന് എന്റെ കയ്യിൽ ഒരു സാക്ഷ്യമില്ല. ആമേൻ. ഈ സാക്ഷ്യവും ലഭിച്ചിട്ടും, ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനമായിട്ട് തന്നിട്ടും ഇത്രയും പാട്ട് എഴുതിയിട്ടും, ഹല്ലേലൂയ, ആമേൻ, 25 വർഷങ്ങൾക്ക് ശേഷമാണ് ആമേൻ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണമുണ്ട്. ആമേൻ. എനിക്കൊരു അപ്പച്ചൻ ഈ വീട്ടിലുണ്ടായിരുന്നു. ആമേൻ. എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് 25 വർഷമായി. അന്ന് അമ്മച്ചി പറഞ്ഞു അപ്പച്ചനെ നോക്കിക്കോണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ അപ്പച്ചൻ ഇപ്പം മരിച്ചിട്ട് 7 മാസമായി. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഓരോ കൂട്ടായ്മയ്ക്കും കടന്നു പോകുമ്പോൾ അച്ചാച്ചനോട് പറയും പ്രാർത്ഥിക്കണമേ. ആമേൻ. ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ കിട്ടുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അപ്പച്ചനില്ല. ആമേൻ. ഇപ്പോൾ എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ ആമേൻ മറ്റേ അച്ചാച്ചനോട് ഏറ്റിട്ട് പോകുമ്പോൾ ഞാൻ ഒത്തിരി ഭാരത്തോടെ ആയിരിക്കും കടന്നു പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഇമ്പങ്ങളുടെ പർദീസയിലെ ആമേൻ അച്ചാച്ചന് ഒരു വാസസ്ഥലം ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ ഈ സാക്ഷ്യവുമായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ എൻ്റെ ചെറുപ്രായം മുതലേ ആമേൻ എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നൊരു അമ്മയുണ്ട്. ഇന്ന് 96 വയസ്സുള്ള എൻ്റെ അമ്മ. ആമേൻ. എൻ്റെ ബാല്യത്തിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അനേക കൂട്ടായ്മകളിൽ പോകുമായിരുന്നു എൻ്റെ അമ്മ. ആമേൻ. അന്ന് ലഭിച്ച ആ ഒരു വെളിച്ചം, ഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്. ആമേൻ. ആ വചനത്തിന്റെ വിത്ത് അന്ന് എൻ്റെ ഹൃദയത്തിൽ ആമേൻ ദൈവം പകർന്നു തന്നതാണ്. ആമേൻ. എൻ്റെ അമ്മ ഹല്ലേലൂയ 42ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ അമ്മ. ഹല്ലേലൂയ. 5 പെൺമക്കളും ഒരു ആമേൻ മകനും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എപ്പോഴും ഹല്ലേലൂയ ഞാൻ എൻ്റെ അമ്മയുടെ ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ എൻ്റെ അമ്മ തലയിലൊരു തുണിയിട്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കാണുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അമ്മയെ ഹല്ലേലൂയ ആമേൻ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഭാരങ്ങളുടെ മധ്യത്തില്, ആമേൻ വേദനയുടെ മധ്യത്തില്, ഹല്ലേലൂയ, ആമേൻ അന്നൊക്കെയും അമ്മ ഒരു കൂട്ടായ്മ പോലും അമ്മ മുടക്കുകയില്ല. ആമേൻ. ആമേനോ കൂട്ടായ്മയിലൊക്കെയും പോകുമ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ചു പോകാറുണ്ട്. ആമേൻ. ഞാൻ ഇന്നൊരു വചന ശുശ്രൂഷയ്ക്ക് ദേറാപ്പള്ളി കടന്നു പോയപ്പോൾ ആമേൻ 96 വയസ്സുള്ള ഒരു അമ്മയുടെ അനുവാദം ചോദിച്ചപ്പോൾ അമ്മയെ ഞാൻ പോകാം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. അമ്മയുടെ പ്രാർത്ഥന ഹല്ലേലൂയ അതിന്റെ ബലമാ. ഹല്ലേലൂയ. അമ്മയോട് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കേടൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു അമ്മ എവിടെ ഇരിപ്പുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. അന്ന് വീണ ആ ഒരു വിത്ത് ആമേൻ. ഞാൻ എനിക്ക് ഈ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും ഞാൻ പതറിപ്പോയിട്ടില്ല. ആമേൻ. അന്നും ഇന്നും ജീവിച്ചിരുന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഹല്ലേലൂയ. ആമേൻ. വീണ്ടും ഞാൻ എല്ലാവരോടുമായി പറയുന്നു, വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. ഈ ഭൗതികമായ ഈ ലോകത്തിലുള്ളതിന്റെ ഒന്നും പുറകെ നമ്മൾ പോകല്ല. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി ലഭിക്കാൻ, ആമേൻ ദൈവസ്നേഹത്തിൽ വളരുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ദൈവം ചെയ്ത നന്മകൾ മറ്റുള്ളവർ സാക്ഷീകരിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ലജ്ജിക്കല്ലേ. ആമേൻ. വചനം പറയാൻ പറയുമ്പോൾ ആമേൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ
കണ്ടെത്താതെ ദൈവത്തിന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാനുള്ള ദൈവകൃപ അടിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ മതി. ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. വീണ്ടും പറയുന്ന ഒരു കാര്യം, അന്നും ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും അതിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വചനം കേട്ട് നമ്മളെ 27-ാം സങ്കീർത്തനം വായിച്ചതിനകത്ത് 27-ാം യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം മുറിച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഇത് മാത്രം മതി നമുക്ക്. നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവം. ആ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. കടന്നു വന്ന എല്ലാവരെയും ദൈവം ഏറെ ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കൃപ നൽകട്ടെ. ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ് ഹല്ലേലൂയ. ആമേൻ. അതിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇത് ചെയ്യുവാൻ ബോധ്യം കൊടുത്ത ആമേൻ നമ്മുടെ സഹോദരിമാരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇതിന് നേതൃത്വം വഹിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു സുമി അബ്രഹാം. ഇത്രയും നേരം ജീവിത സാക്ഷ്യത്തിലൂടെയും പാട്ടെഴുതുവാൻ ദൈവം കൊടുത്ത കഴിവിലൂടെയും ദൈവകൃപ മഹത്വപ്പെടുത്തിയ സുമയ്ക്ക് ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിന്റെ നന്ദിയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. കൂടുതൽ വേദികൾ ദൈവം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ആദ്യം നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, അവിടത്തോട് നന്ദി പറയാം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ബൈബിൾ റീഡിങ്ങിന്റെ ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് നേതൃത്വം നൽകിയതും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ രാജൻകുളമയുടെ അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. അതിന് സപ്പോർട്ടായിട്ടാണ് നമ്മുടെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത്. ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് തുടക്കം കുറിച്ചത് നമ്മുടെ പ്രിയ സഹോദരിയായ ജോസി ജോമോനാണ്. സഹോദരിയെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നിന്ന് സഹായിക്കുന്ന പ്രിയ സഹോദരൻ കുറിയ എന്ന കുര്യാക്കോസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 6-7 പേരിൽ നിന്നും തുടങ്ങി ഇന്ന് 900-ലധികം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ച നമ്മുടെ കുളമട റെയ്മോളമ്മായിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിലേക്ക് അമ്മായി ഒത്തിരി നല്ല പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ കയറ്റി ഇന്ന് പ്രാർത്ഥനക്കാട് വലിയൊരു ഗ്രൂപ്പായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച ഇമ്മാനുവൽ കെയറിംഗ് ഹാൻഡ്സ് എന്ന ഗ്രൂപ്പും ഇമ്മാനുവൽ യൂത്ത് ഗ്രൂപ്പും വളരെയധികം ഭംഗിയായി നടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഒരുങ്ങിയ ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു നേരവും മുടങ്ങാതെ ലീഡ് ചെയ്യുന്നതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് സപ്പോർട്ടായി പ്രവർത്തിക്കുന്ന നമ്മുടെ സപ്പോർട്ടീവ് മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഈ ഗ്രൂപ്പിൽ കയറി പാട്ടുപാടിയും ബൈബിൾ വായിച്ചും കൗമ ചൊല്ലിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഈ ഗ്രൂപ്പിനെ ഇത്രയും വിജയകരമായി മുൻപോട്ട് പോകുവാൻ സാധിച്ചത്. അതിന് നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൂം മീറ്റിംഗിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ സഹോദരി രമണി റെജിയെ ഞാൻ ക്ഷണിക്കുന്നു. ശുദ്ധമള ഭാവ ചൊല്ലി നമുക്ക് ഈ പ്രയർ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. രമണി റെജി. രക്ഷിതാവായ പുത്ര, നിന്റെ ജയമുള്ളന്റെ സ്ലീപായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കൂടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുടെ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ.